കലിംഗ യുദ്ധം അത് അശോകനെ ശരിക്കും ഉലച്ചു കളഞ്ഞു അല്ലേ? തീർച്ചയായും ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. അതിലും കൂടുതൽ പേർക്ക് ദുരിതമുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നതും അഹിംസയുടെ വഴി തെരഞ്ഞെടുക്കുന്നതും. എന്തിനാണ് ഇത്രയും രഹസ്യ സ്വഭാവമുള്ള ഒരുപക്ഷെ അപകടകരമായ അറിവുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘം ഉണ്ടാക്കിയത്? അറിവ് സംരക്ഷിക്കാനാണെങ്കിലും പോലും. അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷെ കലിംഗയിൽ വെച്ച് അറിവ് എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് അദ്ദേഹം നേരിട്ട് കണ്ടിരിക്കാം. യുദ്ധതന്ത്രം മാത്രമല്ല, ഒരുപക്ഷെ ജനങ്ങളെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനുമുള്ള വിദ്യകൾ പോലും വിനാശം വിതയ്ക്കുന്നത് കണ്ടിരിക്കാം. ഓഹോ, 9 പേർ 9 വിഷയങ്ങൾ. അതെ, 9 അംഗങ്ങൾ. ഓരോരുത്തരും ഓരോ വിജ്ഞാന ശാഖയുടെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ കാവൽക്കാർ. പ്രചരണവും മനഃശാസ്ത്രപരമായ യുദ്ധമുറകളും. 2 സൂക്ഷ്മജീവിശാസ്ത്രം, മൈക്രോബയോളജി. 3 രസതന്ത്രം, പിന്നെ ലോഹങ്ങളെ മാറ്റുന്ന വിദ്യ, ആൽക്കമി. 4-ാമത്തേത് ആയുധങ്ങളും യുദ്ധതന്ത്രം.